സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ചിങ്ങം 1-ന് കർഷക ദിന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അല്ലേ? എന്നാൽ വയനാട് എടവക പഞ്ചായത്തിൽ ആഘോഷത്തിനെത്തിയ കർഷകർ അവരെല്ലാം സമ്മാനങ്ങളുമായിട്ടാണ് മടങ്ങിയത്. എടവക പഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിന പരിപാടിയാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായത്. പരിപാടിയിൽ 11 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത കർഷകരാരും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നില്ല. 300 രൂപ മുതൽ 20,000 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. പരിപാടിയുടെ ഭാഗമായ 500 കർഷകർക്ക് 3 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ആകെ ലഭിച്ചത്. ബമ്പർ സമ്മാനമായി നൽകിയത് പശുക്കിടാവിനെയും ആട്ടിൻകുട്ടിയെയും കാടുവെട്ടി യന്ത്രവുമാണ്. കർഷകർക്കെന്നും മനസ്സിൽ ഓർമ്മിക്കത്തക്ക വിധം ഒരു സുദിനം സമ്മാനിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കൃഷിഭവനിലെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും. കർഷകരോട് എന്നും ഒപ്പം നിൽക്കുക, ചേർന്ന് നിൽക്കുക. ആട്, കിടാരി, താറാവ്, പിടക്കോഴി, പൂവങ്കോഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ കാടുവെട്ട് മിഷൻ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പലവിധ സമ്മാനങ്ങൾ എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. കല്ലോടി പാരിഷ് ഹാളിൽ നടത്തിയ കർഷക ദിനാചരണം നാടൊന്നാകെ ഏറ്റെടുത്ത് ആഘോഷമാക്കുകയായിരുന്നു. പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കാർഷിക സെമിനാറും കർഷക സൗഹൃദ സദസ്സും സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട്ടിലെ കാര്യാലയം കമൽ ഒരിക്കൽ കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. കമൽ, കർഷകരുടെ ദിനമായിരുന്നു ഇന്നലെ. ചിങ്ങം 1 ഓണക്കാലം വന്നിരിക്കുന്നു. അങ്ങനെ 1-ാം തീയതി അടിപൊളിയാക്കി വിട്ടിട്ടുണ്ടല്ലേ? കർഷക ദിനാചരണം എല്ലാ പഞ്ചായത്തിലും നടന്നു ചിങ്ങം 1-ന്. പക്ഷേ എടവക പഞ്ചായത്തിൽ അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു. കൃഷി ഓഫീസർ KG സുനിലിൻ്റെ നേതൃത്വത്തിൽ കർഷകരെയൊക്കെ പങ്കെടുപ്പിച്ച് വന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 500ഓളം കർഷകരാണ് ആഘോഷത്തിനെത്തിയത്. 11 മണി വരെയായിരുന്നു രജിസ്ട്രേഷൻ. അവർക്കൊക്കെ സമ്മാനം ലഭിച്ചു. ഏതാണ്ട് 3 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് എല്ലാവർക്കും സമ്മാനം നൽകിയത്. അതിൽ ബമ്പർ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. പശുക്കിടാവും ആട്ടിൻകുട്ടിയും കാടുവെട്ട് യന്ത്രവും ഒക്കെയാണ് ബമ്പർ സമ്മാനമായി. നമ്മളത് കാണുകയും ചെയ്തു ആ ദൃശ്യത്തിൽ. 1-ാം തീയതിയൊക്കെ ശരിക്കും ഈ കൈനീട്ടം വാങ്ങുന്നതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ? ഇവിടെ കർഷകർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് ആശ്വാസവുമാണ്, സന്തോഷം നൽകുന്നതുമാണ്. ശരി കമൽ, നല്ല കാര്യം തന്നെയാണ് ചെയ്തത്.